തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ യുവാവ് കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായിക്കാണ് കൊല്ലപ്പെട്ടത്. അനാശാസ്യ കേന്ദ്രത്തിൽ ഇറങ്ങി പിന്നീട് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് യുവാവിന് ക്രൂരമർദ്ദനമേറ്റത്. തുടക്കത്തിൽ നാണക്കേട് ഭയന്ന് ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടില്ല. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരണം. സംഭവത്തിൽ ഈ പറയുന്ന അനാശാസ്യ കേന്ദ്ര നടത്തിപ്പുകാരായ യുവതികളടക്കം 6 പേർ പിടിയിലായിരുന്നു. ഇക്കഴിഞ്ഞ 18-ന് രാത്രി 10 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ കോരപ്പത്ത് ലൈനിലുള്ള വാടക വീട്ടിലേക്ക് ധൻപത് നായിക്കും 2 സുഹൃത്തുക്കളും എത്തുന്നത്. പണത്തെ ചൊല്ലി ധൻപത്തും വാടക വീട്ടിലുള്ളവരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായി. ഇടിവള കൊണ്ടടക്കം ക്രൂരമായി 27-കാരൻ ആക്രമിക്കപ്പെട്ടു. അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാർ തന്നെയാണ് കാറിൽ ധൻപത്തിനെ MG റോഡിലുള്ള താമസ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് ബോധരഹിതനായ ഇയാളെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ധൻപത് മരിച്ചു. സംഭവത്തിൽ 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ധൻപത്തിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. MG റോഡിലെ ഹോട്ടൽ ജീവനക്കാരനാണ് ധൻപത് നായിക്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.